ഹലോ എവരി വൺ, ഇന്ന് നമുക്ക് അബ്ദുറഹീം ഖാൻഖാനയുടെ ദോഹെ മനസ്സിലാക്കാം. റഹീം കെ ദോഹെ. ദോഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ദോഹ എന്ന് പറയുന്നത് ഒരു ഹിന്ദി മാത്രാവൃത്തമാണ്. ഉറുദു, പേർഷ്യൻ, അറബിക് സാഹിത്യത്തിലെ ഒരു കവിതാരൂപം. പ്രാസങ്ങൾ അടങ്ങിയതാണ് ഈരടികളും. പലപ്പോഴും പ്രണയത്തിൻ്റെയും ആത്മീയതയുടെയും തീമുകൾ ഇതിൽ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതായത് സംസ്കൃതത്തിൽ നമ്മൾ ശ്ലോകം എന്ന് പറയുന്നില്ലേ, അതേപോലെ ഇംഗ്ലീഷിൽ പോം, ഹിന്ദിയിലും മലയാളത്തിലും കവിത എന്ന് പറയുന്നു. കവിത എഴുതുന്ന മറ്റൊരു രീതിയാണ് ഈ ദോഹെ. അപ്പോൾ ഈ രണ്ട് വരികളിലായിട്ടാണ് കവിത ഉണ്ടാവുന്നത്. ഈരടികളെന്നും പറയാം. അപ്പോൾ ഈ രണ്ട് വരികളിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് കവി നമുക്ക് ഈ രണ്ട് വരികളിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ലൈൻസ് കാണുന്നുണ്ട്, പക്ഷേ ഈ രണ്ട് വരികളിലും വേറെ വേറെ അർത്ഥങ്ങളാണ് ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് വരികളിലായിട്ട് ഒരുപാട് കാര്യങ്ങളാണ്, വരികളിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് കവി പറഞ്ഞു തരുന്നത്. ഒരുപാട് അർത്ഥമുള്ള കാര്യങ്ങൾ. रहीमन देखी बड़ेन को लघु न दीजिए डारी, जहाँ काम आवे सुई कहाँ करे तलवारी. റഹിമൻ ദേക്കി ബഡേൻ കോ, റഹീം ജി कहते हैं. റഹിമൻ എന്ന് പറഞ്ഞാൽ റഹീം ജി പറയുന്നു, റഹീം ജി कहते हैं. ദേക്കി ബഡേൻ കോ, ബഡേൻ കോ, ബഡേ കോ ദേഖ് കർ, അതായത് വലിയ ആളുകളെ കണ്ടിട്ട്. ദേക്കി ദേഖ് കർ, വലിയ ആളുകളെ കണ്ടിട്ട് അല്ലെങ്കിൽ വലിയ സാധനങ്ങൾ കണ്ടിട്ട്. ലഘു ന ദീജിയെ ഡാരി, ലഘു എന്ന് പറഞ്ഞാൽ ചോട്ട, ചെറുത്. ചെറുതിനെ നമ്മൾ ഒഴിവാക്കരുത്, ചെറിയ വസ്തുക്കൾ ഒഴിവാക്കരുത്. വലിയ വസ്തുക്കളെ കിട്ടിയാൽ നമ്മൾ ചെറിയ വസ്തുക്കൾ ഒഴിവാക്കരുത്. അല്ലെങ്കിൽ പണക്കാരനായ ഒരാളെ കണ്ടാൽ, വലിയ വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടാൽ പാവപ്പെട്ട ഒരാളെ നമ്മൾ അങ്ങനെ പുറന്തള്ളരുത്, അവരെ ഒഴിവാക്കരുത്. അതാണ് കവി പറയുന്നത്. ഏതുപോലെയാണ്? ജഹാ കാം ആയേ സൂയി കഹാ കരേ തൽവാരി. സൂയി എന്ന് പറഞ്ഞാൽ സൂചി, തൽവാരി എന്ന് പറഞ്ഞാൽ തൽവാർ, വാള്. എവിടെയാണോ ജഹാ, എവിടെയാണോ കാം, അതായത് ജോലി അല്ലെങ്കിൽ ആവശ്യം വരുന്നത്. ആവേ ആത്തേ ഹേ, സൂയി, സൂയി എന്ന് പറഞ്ഞാൽ സൂചി. സൂചി ആവശ്യം വരുന്നിടത്ത് കഹാ കരേ തൽവാരി, തൽവാർ അവിടെ എന്ത് കാര്യമാണ് ചെയ്യുക? സൂചിയുടെ ആവശ്യമുള്ളിടത്ത് വാളിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു തുണി തുന്നണം, ഡ്രസ്സ് തുന്നണം, അപ്പോൾ അവിടെ സൂചി കൊണ്ടേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. വാൾ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. വാളിന് അതിൻ്റേതായ ഉപയോഗമുണ്ട്. വാൾ നമ്മൾ വെട്ടാനാണ് ഉപയോഗിക്കുന്നത്, സൂചി കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. അതേപോലെ സൂചി നമ്മൾ തുണികൾ തുന്നിയെടുക്കാനൊക്കെ ഉപയോഗിക്കുന്നു. വാളിന് അത് കഴിയില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ വലിയ വസ്തുക്കളെ കണ്ടാൽ അല്ലെങ്കിൽ വലിയ ആളുകളെ പരിചയപ്പെടുമ്പോൾ ചെറിയ ആളുകളെ നമ്മൾ ഒഴിവാക്കരുത്, ചെറിയ വസ്തുക്കളെ ഒഴിവാക്കരുത്. അതാണ് കവി ഉദ്ദേശിക്കുന്നത്. किसी भी बड़ी चीज़ को देखकर छोटी चीज़ को ऐसे ही हम फेंक देना नहीं चाहिए. छोटी वस्तु का भी അല്ലെങ്കിൽ ഗരീബോം കാബി അപ്ന മഹത്വം. ചെറിയ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കും അവരുടേതായ മഹത്വമുണ്ട്. ജഹാ സൂയി കാം ആറ്റി ഹേ വഹാ തൽവാർ ബേക്കാർ രഹത്തി ഹേ, അല്ലേ? സൂയിയുടെ കാര്യം, സൂചി ഉപയോഗിക്കുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് വാൾ ഉപയോഗിക്കാൻ കഴിയില്ല, വാൾ വെറുതെയാണ്. അപ്പോൾ സൂചിക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അതാണ് കവി ഇവിടെ പറയുന്നത്. റഹിമൻ എന്ന് പറഞ്ഞാൽ റഹീം ജി കഹത്തെ ഹേ ദേഖി ദേഖ് കർ, കണ്ടിട്ട്. ബഡേനക്കോ എന്ന് പറഞ്ഞാൽ ബഡോക്കോ, വലിയ ആളുകളെ കണ്ടിട്ട് അല്ലെങ്കിൽ വലിയ സാധനങ്ങൾ കണ്ടിട്ട്. ലഘു ന ദീജിയെ ഡാരി, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്, ചെറിയ കാര്യങ്ങൾ, ചെറിയ വസ്തുക്കൾ നമ്മൾ ഒഴിവാക്കരുത്. ജഹാ കാം ആവേ സൂയി, എവിടെയാണോ സൂചി നമുക്ക് ഉപകാരപ്പെടുന്നത്. കഹാ കരേ തലവാരി, അവിടെ വാള് എന്ത് ചെയ്യും? വാള് വെറുതെയാണ്, വാള് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ സമ്മറി നമുക്ക് ഇങ്ങനെ എഴുതാം. ബഡോं के प्रभाव के समक्ष छोटों की उपेक्षा नहीं करनी चाहिए. अर्थात बड़ों का साथ मिलने पर छोटों का साथ छोड़ना नहीं चाहिए, क्योंकि सभी का अपना अपना महत्व होता है. മനസ്സിലായില്ലേ? ബഡോं के प्रभाव के समक्ष छोटों की उपेक्षा नहीं करनी चाहिए. ഇപ്പോൾ വലിയ ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ആളുകളെ, കഴിവ് കുറഞ്ഞവരെ നമ്മൾ ഉപേക്ഷിക്കരുത്, അവരെ ഒഴിവാക്കരുത്. അർത്ഥാത് ബഡോं का साथ मिलने पर छोटों का साथ छोड़ना
नहीं चाहिए क्योंकि सभी का अपना अपना महत्व होता है. എല്ലാവർക്കും അവരുടേതായ മഹത്വമുണ്ട്. അടുത്തത് തരുവർ ഫല നഹി ഖാത്ത് ഹെ സരോവർ പിയ ഹി ന പാൻ കഹി റഹീം പർ കാജ് ഹിത് സമ്പത്തി സഞ്ജഹി സുജാൻ. തരുവർ ഫല നഹി ഖാത്ത് ഹെ. തരുവർ എന്ന് പറഞ്ഞാൽ വൃക്ഷം അല്ലെങ്കിൽ മരം. ഫല നഹി ഖാത്തെ. ഫല എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്, അതിൻ്റെ ഫലം. നഹി ഖാത്തെ ഹെ കഴിക്കുന്നില്ല, അതിൻ്റെ ഫ്രൂട്ട് വൃക്ഷം സ്വയം കഴിക്കുന്നില്ല. സരോവർ പിയഹിന പാൻ. സരോവർ എന്ന് പറഞ്ഞാൽ സരോവർ, തടാകം അല്ലെങ്കിൽ കുളം. അത് സ്വയം അതിൻ്റെ വെള്ളം കുടിക്കുന്നില്ല. പിയഹിന നഹി പീത്തെ ഹെ പാൻ പാനി നഹി പീത്തെ ഹെ. സരോവർ अपने പാനി നഹി പീത്തെ, സ്വയം നഹി പീത്തെ ഹെ. തൻ്റെ ജലം സ്വയം കുടിക്കുന്നില്ല. അതേപോലെ വൃക്ഷവും തൻ്റെ ഫ്രൂട്ട് സ്വയം കഴിക്കുന്നില്ല. കഹി റഹീം പർ കാജ് ഹിത്. റഹീംജി കഹത്തെ ഹെ. റഹീംജി പറയുന്നു പർ കാജ് ഹിത്. എന്ന് പറഞ്ഞാൽ പര എന്ന് പറഞ്ഞാൽ പരായ, അന്യർ. കാജ് എന്ന് പറഞ്ഞാൽ കാം, അന്യരുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹിത് എന്ന് പറഞ്ഞാൽ ഉപകാരം അല്ലെങ്കിൽ നന്മ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. സമ്പത്തി സഞ്ജഹി സുജാൻ. സമ്പത്തി എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലെങ്കിൽ പണം. സഞ്ജഹി എന്ന് പറഞ്ഞാൽ സ്വരൂപിച്ച് വെക്കുന്നത്, സമ്പത്ത് സ്വരൂപിച്ച് വെക്കുന്ന സുജാൻ, അതാണ് നല്ല ജനങ്ങൾ. സജ്ജൻ. സുജാൻ എന്ന് പറഞ്ഞാൽ സജ്ജൻ. സജ്ജനങ്ങൾ എന്താണ് ചെയ്യുക? സമ്പത്തി സഞ്ജയ് സുജാൻ. ഈ വൃക്ഷങ്ങളുടെയും സരോവരത്തിൻ്റെയും പോലെ നല്ല മനുഷ്യർ എന്താ ചെയ്യുക? തൻ്റെ സമ്പത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? അപ്പോൾ നല്ല ആളുകൾ എന്താ ചെയ്യുക? അവനവന് സമ്പാദിക്കുന്ന പണം അല്ലെങ്കിൽ സമ്പത്ത് മറ്റുള്ളവരുടെ, പാവപ്പെട്ടവരുടെ ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ കഷ്ടപ്പെടുന്നവർക്ക് കാര്യമാകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുക. തരുവർ ഫല നഹി ഖാത്ത് ഹെ. വൃക്ഷം സ്വയം തൻ്റെ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല. നഹി ഖാത്തേ ഹെ. സരോവർ പിയഹി ന പാൻ. സരോവർ സ്വയം തൻ്റെ പാനി, വെള്ളം കുടിക്കുന്നില്ല. കഹി റഹീം പർ കാജ് ഹിത്. റഹീംജി പറയുന്നു പർ കാജ്, മറ്റുള്ളവരുടെ ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട്. പർ എന്ന് പറഞ്ഞാൽ പരായ, മറ്റുള്ളവർ. കാജ് കാം, ജോലി, മറ്റുള്ളവരുടെ ജോലിക്ക് വേണ്ടിയിട്ട്, കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹിത് ഭലായി, നന്മയ്ക്ക് വേണ്ടിയിട്ട്. സമ്പത്ത് കൂട്ടി വച്ചിരിക്കുന്ന. സഞ്ജഹി എന്ന് പറഞ്ഞാൽ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന ആളാണ് സുജാൻ, സജ്ജനങ്ങൾ, നല്ല ആളുകൾ. റഹീംജി कहते हैं वृक्ष स्वयं फल नहीं खाता है. सरोवर यानी तालाब कभी खुद का पानी नहीं पीती है. जो सज्जन व्यक्ति होता है वह संपत्ति इकट्ठा करके दूसरों के लिए, സമ്പത്തി दूसरों के लिए ही इकट्ठा करते हैं. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സ്വരൂപിച്ച് വയ്ക്കുന്നത്. प्रकृति समान भाव से बिना किसी स्वार्थ के सभी को लाभान्वित करती है. वैसे ही मनुष्य का स्वभाव भी परोपकारी होना चाहिए. रहीमन धागा प्रेम का मत तोड़ो छिटकाए, टूटे से फिर ना मिले घाट पर जाए. रहीमन धागा प्रेम का. रहीमजी कहते हैं, റഹീംജി പറയുകയാണ്, ധാഗ പ്രേമിക, പ്രേമമാകുന്ന, സ്നേഹമാകുന്ന ധാഗ, നൂല്. ഇവിടെ സ്നേഹത്തെ നൂലിനെ കൊണ്ടാണ് ഉപമിച്ചിരിക്കുന്നത്. സ്നേഹമാകുന്ന നൂല്. മത്ത് തോടോ ചിട്ടുക്കായ്. മത്ത് തോടോ, മത്ത് അരുത്, ചെയ്യരുത്. തോടോ, തോടിന എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, അത് പൊട്ടിക്കരുത്. ചിട്ടുക്കായ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചട്ടുക്കാക്കർ, അതായത് ജോർസെ ഖേഞ്ചിക്കർ, വലിച്ചിട്ട് പൊട്ടിക്കരുത്. പ്രേമമാകുന്ന, സ്നേഹമാകുന്ന നൂല് നമ്മൾ പൊട്ടിച്ച് കളയരുത്. ടൂട്ടേസെ ഫിർ നാ മിലെ. പൊട്ടിപ്പോയാൽ പിന്നീട് ലഭിക്കില്ല. നാ മിലെ, മിൽന എന്ന് പറഞ്ഞാൽ ലഭിക്കുക. നാ മിലെ, ലഭിക്കില്ല. നഹി മിലേക, മിലേ ഘാട്ട് പരിചായ്. അഥവാ ലഭിക്കുകയാണെങ്കിലും അതിൽ ഘാട്ട് എന്ന് പറഞ്ഞാൽ കെട്ട്, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകും, കെട്ടുണ്ടാകും. ഇപ്പോൾ നൂല് പൊട്ടിപ്പോയാൽ നമ്മൾ കൂട്ടിക്കെട്ടിയാൽ ഒരു കെട്ടുണ്ടാവില്ലേ, അതേപോലെ സ്നേഹബന്ധങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പരിചായ എന്ന് പറഞ്ഞാൽ പരിചായക,
ഉണ്ടാകും. റഹീം ജി कहते हैं പ്രേം കാ റിഷ്ത ബഹുത് നാസുക് ഹോത്താ ഹൈ. അതായത് സ്നേഹമാകുന്ന ആ ബന്ധം നമ്മുടെ മുതിർന്നവരോടുള്ള അല്ലെങ്കിൽ സഹോദരന്മാരോട്, സുഹൃത്തുക്കളോട്, അടുത്ത ബന്ധുക്കളോടൊക്കെയുള്ള ബന്ധം അത് നാസുക് ഹോത്താ ഹൈ. നാസുക് എന്ന് പറഞ്ഞാൽ അത് മൃദുലമാണ്, വളരെ മൃദുലമാണ്, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇസ്കോ झटका देकर तोड़ना यानी ഖത്തം കർണ ഉചിത് നഹീ ഹൈ. ഇത് നമ്മൾ പൊട്ടിക്കുന്നത്, നൂല് പോലെ പൊട്ടിച്ച് കളയുന്നത്, അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് അത് ആ ബന്ധത്തെ ഇല്ലാതാക്കുന്നത് നല്ല കാര്യമല്ല. യദി യഹ് പ്രേം കാ ധാഗ ഏക് ബാർ ടൂട്ട് ജാത്താ ഹൈ തോ ഫിർ ഇസെ ജോഡ്ന കഠിൻ ഹോത്താ ഹൈ. ഒരു പ്രാവശ്യം ഈ സ്നേഹമാകുന്ന നൂല് പൊട്ടിപ്പോയാൽ അത് വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അഥവാ അത് കൂട്ടിച്ചേർത്താലും ധാഗോങ്കെ ബീച്ച് മേ ഗാട്ട് പടി ജാത്തി ഹൈ. നൂലിൻ്റെ ഇടയിൽ കെട്ടുണ്ടാകും അല്ലേ? നൂല് പൊട്ടിപ്പോയാൽ, ഇപ്പോൾ പൊട്ടിപ്പോയ നൂല് നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നടുവിലൊരു കെട്ടുണ്ടാകും. അതേപോലെ ആരാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്, വിശ്വസിക്കുന്നത്, അവരുടെ സ്നേഹത്തെ, വിശ്വാസത്തെ ഒരിക്കലും ഒരു നൂല് പോലെ നമ്മൾ വലിച്ച് പൊട്ടിക്കരുത്. അതായത് സ്നേഹത്തെ, ആ വിശ്വാസത്തെ നമ്മൾ ഇല്ലാതാക്കരുത്. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരിക്കലും ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ വീണ്ടും പഴയ പോലെ നിങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ കഴിയില്ല. അത് നമ്മുടെ സ്വന്തക്കാരാരുമായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ആരായാലും ഏത് തരത്തിലുള്ള സ്നേഹബന്ധമാണെങ്കിലും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ആ വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കരുത്. നമ്മൾ സ്നേഹബന്ധങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കണം. പ്രേം യാ റിശ്തോം കോ സഹേജ് കർ രഖ്നാ ചാഹിയെ. നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കണം. കുടുംബ ബന്ധങ്ങളെ, സ്നേഹബന്ധങ്ങളെ കൂട്ടി യോജിപ്പിച്ചിരിക്കണം എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ധാഗ പ്രേം കാ മത് തോടോ ചിട്കായ്. പ്രേമമാകുന്ന നൂലിനെ നമ്മൾ വലിച്ച് പൊട്ടിച്ച് കളയരുത്. ടൂട്ടേ സേ ഫിർ നാ മിലെ. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ലഭിക്കില്ല. അഗർ മിൽ ജായക തോ ബി ഉസ്മേ ഘാട്ട് പടി ജാത്തേ ഹൈ. അഥവാ ലഭിക്കുകയാണെങ്കിൽ പോലും അതിൽ കെട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഒത്തുതീർപ്പാക്കിയാലും പിന്നീടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കവി പറയുന്നത്. പ്രേം സംബന്ധ് ഏക കച്ചേ ധാഗയ്ക്ക് സമാൻ ഹോത്തേ ഹൈ. അതായത് സ്നേഹമാകുന്ന ബന്ധം ഒരു നൂല് പോലെയാണ്. ഹമേ കബി ബി കിസി സെ അപ്നെ സംബന്ധ് തോടനെ നഹി ചാഹിയെ. ഒരിക്കലും ആരുമായിട്ട് നമ്മൾ ബന്ധം ഇല്ലാതാക്കരുത്. क्योंकि यदि एक बार कोई संबंध टूट जाए तो दोबारा कितना भी प्रयास कर ले अच्छा व्यवहार करने की, लेकिन मनमुटाव का अंश हृदय में रह ही जाता है. അപ്പോൾ രണ്ടാമതും എങ്ങനെ ശ്രമിച്ച് നമ്മൾ ഒന്നായാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, മനസ്സിനകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് കവി പറയുന്നത്. അടുത്തത് റഹിമന് പാനി രാഖിയെ ബിനു പാനി സബ് സൂൻ പാനി ഗേന ഊബരെ മോത്തി മാനുഷ് ചൂൻ. അപ്പോൾ ഇവിടെ വെള്ളത്തെ 3 തരത്തിലാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. പാനി റഹീംജി കഹത്തെ ഹെ. റഹീംജി പറയുകയാണ് പാനി രഖിയെ. പാനി സംരക്ഷിക്കണം, വെള്ളത്തെ സംരക്ഷിക്കണം. അതായത് മനുഷ്യമേ ഹമേഷ വിനമ്രത ഹോനി ചാഹിയെ. മനുഷ്യർക്ക് എപ്പോഴും മര്യാദ ഉണ്ടായിരിക്കണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. അതായത് വെള്ളം സംരക്ഷണം. ബിനു പാനി സബ് സൂൻ. വെള്ളമില്ലാതെ എല്ലാം വ്യർത്ഥമാണ്. സബ് സൂന ഹെ. പാനിക്ക് ബിന സബ് സൂന ഹോത്താ ഹെ. വെള്ളത്തിൻ്റെ അഭാവത്താൽ ഒന്നും നടക്കില്ല അല്ലേ? എല്ലാം ശൂന്യമാണ്. അപ്പോൾ പാനി ഗേന ഊബരെ മോത്തി മാനുഷ് ചൂൻ. ഊബർ എന്ന് പറഞ്ഞാൽ അധികമായി വെള്ളം നഷ്ടപ്പെട്ടാൽ ഒന്നുമില്ല. അതായത് മോത്തി എന്ന് പറയുന്നത് മുത്തിൻ്റെ ചമക്. ഇവിടെ വെള്ളത്തിന് 3 അർത്ഥമാകുന്നു. ഒന്ന് തിളക്കം, മുത്തിൻ്റെ തിളക്കം ആയാൽ മുത്തിനൊരു വിലയില്ല. അതേപോലെ ചൂൻ എന്ന് പറയുന്നത് 2 അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ചൂൻ എന്ന് പറയുന്നത് ചൂന, അതായത് കുമ്മായത്തിനും വെള്ളത്തിൻ്റെ ആവശ്യമാണ്. അതേപോലെ ചൂൻ എന്ന് പറയുന്നത് ആട്ടയ്ക്കും ഇവർ പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ആട്ട കുഴയ്ക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആട്ട കുഴയ്ക്കാനും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, കുമ്മായത്തിനും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് ചമക് എന്നാണ്. പാനി എന്ന ഇതിനെ അർത്ഥമാക്കുന്നത് ചമക്, തിളക്കം. ഒന്ന് വെള്ളം തന്നെ, പാനി
ആട്ട കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് മാനുഷ് എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യർക്ക് വിനമ്രത വേണം, അതായത് മര്യാദ വേണമെന്നാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം അധികമായി നഷ്ടപ്പെട്ടാൽ, ഒന്ന് മോത്തിയുടെ തിളക്കം നഷ്ടപ്പെട്ടാൽ അതിനൊരു വിലയില്ല. അതേപോലെ മനുഷ്യരിൽ സ്വാഭിമാനവും അല്ലെങ്കിൽ മര്യാദ നഷ്ടപ്പെട്ടാൽ മനുഷ്യനൊരു വിലയുമില്ല. അതേപോലെ ആട്ടയ്ക്ക് കുഴിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതും വെറുതെയാണ്, വെള്ളമില്ലാതെ വെറുതെയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തെ സംരക്ഷിക്കണം എന്നാണ് കവി പറഞ്ഞത്. അതായത് മനുഷ്യരിൽ മര്യാദ ഉണ്ടായിരിക്കണം, എപ്പോഴും മര്യാദ ഉണ്ടായിരിക്കണം. മനുഷ്യമേ ഹമേഷ വിനമ്രത ഹോനി ചാഹിയെ, മര്യാദ ഉണ്ടായിരിക്കണം ഒരു മനുഷ്യനിൽ. ജിസ് തരഹ സെ പാനി കെ ബിന ആട്ടേ കാ और चमक के बिना मोती का कोई महत्व नहीं रह जाता है. ഏത് തരത്തിലാണോ വെള്ളത്തിൻ്റെ അഭാവത്താൽ ആട്ടയ്ക്ക് ഒരു വിലയുമില്ല അല്ലേ. വെള്ളമില്ലാതെ ആട്ട കുഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയില്ല. അതേപോലെ തിളക്കമില്ലാതെ മുത്തും ആർക്കും ആവശ്യമില്ല, അതിനൊരു മഹത്വം ഉണ്ടാവില്ല. ഉസി തരം മനുഷ്യ ബി ബിന വിനമ്രതാക്കെ ആബാഹീൻ ഹോ ജാത്താ ഹെ. അതേപോലെ തന്നെ മനുഷ്യനും, മര്യാദയില്ലാത്ത മനുഷ്യൻ അല്ലെങ്കിൽ വിനമ്രത ഇല്ലാത്ത മനുഷ്യന്, ശോഭയില്ലാത്ത അദ്ദേഹത്തിനും ഒരു മഹത്വവും ഉണ്ടാകില്ല, ആ മനുഷ്യന് ഒരു മഹത്വവും ഉണ്ടാകില്ല. और उसके മൂല്യോं का പതൻ ഹോ ജാത്താ ഹെ. അതുകൂടാതെ മനുഷ്യൻ്റെ മൂല്യങ്ങളെല്ലാം നഷ്ടമാവുന്നു, ഗുണങ്ങളെല്ലാം ഇല്ലാതാവുന്നു എന്നാണ് കവി പറയുന്നത്. മനുഷ്യക്കോ പാനി കെ സമ്മാൻ കോ സമജ്നാ ചാഹിയെ, क्योंकि पानी, चमक और सम्मान तीनों ही जीवन में सर्वोपरि है. പാനി രാഖിയെ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ നമ്മൾ സംരക്ഷിക്കണം. ബിനു പാനി സബ് സൂൻ, ബിനാ പാനിക്ക് സബ് സൂന പട് ജായക. ഒന്നും ഉണ്ടാവില്ല, വെള്ളം ഇല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ മനുഷ്യനിൽ വിനമ്രതയും വേണം, മനുഷ്യനിൽ മര്യാദയും വേണം, സ്വാഭിമാനവും എല്ലാം വേണമെന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. रहीमन बिबदाहू भली जो थोड़े दिन होय, हित अनहित या जगत में जानी परत सब कोय. റഹീമൻ, റഹീംജി കഹത്തെ ഹെ, റഹീംജി പറയുകയാണ് ബിബ്ദാഹു. ബിബ്ദാഹു എന്ന് പറഞ്ഞാൽ വിപത്തി, അതായത് ആപത്ത്. ആപത്ത് നല്ലതിനാണ്. ബലി എന്ന് പറഞ്ഞാൽ ബലി ഹെ എന്ന് പറഞ്ഞാൽ നല്ലതിനാണ്, അച്ചി ഹെ. ജോ തോരേ ദിൻ ഹോയ്, അതായത് കുറച്ച് സമയത്തേക്ക് വരുന്ന ബുദ്ധിമുട്ടൊക്കെ നല്ലതിനാണെന്നാണ് റഹീംജി പറയുന്നത്. തോടെ ദിൻ കേലിയ മുസീബത്ത് ആയക തോ അച്ഛാ ഹി ഹോത്താ ഹെ. കുറച്ച് ദിവസത്തേക്കൊക്കെ കഷ്ടപ്പാട് വരുന്നത് നല്ലതിനാണ് എന്നാണ് കവി പറയുന്നത്. ജോ ദോരെ ദിൻ ഹോയ് എന്ന് പറഞ്ഞാൽ ജോ ദോരെ ദിൻ ഹോ ജാത്തെ ഹെ വോ അച്ഛാ ഹെ, ഭലി ഹെ. ഹിത് അൻഹിത് യാ ജഗത് മേ ജാനി പരത്ത് സബ് കോയ്. ഹിത് അൻഹിത്, ഹിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലത്, നല്ല നന്മയും. അൻഹിത്, അൻഹിത് പറഞ്ഞാൽ തിന്മ, നമ്മുടെ തിന്മ. യാ ജഗത്ത് മേ, ഇത് അൻഹിത് യാ ജഗത്ത് മേ, ഈ ലോകത്തിൽ ജാനി പരത്ത് സബ് കോയ്. അതായത് ഹമേ യേ പത്താ ചലത്താ ഹെ, നമുക്കിത് മനസ്സിലാവുന്നു. ഹമാരെ ഹിത് ചാഹനെ വാല കോൺ ഹെ, നമ്മുടെ ഹിത്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നത് ആരാണ്? നമ്മുടെ അഹിത് ചാഹനെ വാല കോൺ ഹെ, നമ്മുടെ ബുരായി ചാഹനെ വാല കോൺ ഹെ, നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നത് ആരാണ്? ജാനി പരത്ത് സബ് കോയ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജാനി പരത്ത് സബ് കോയ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്, നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്. ലോകത്തിൽ ഈ ദുനിയാമേ ഹർ കിസിക നമുക്ക് നിയത്ത് പത്താ ചലത്താ ഹെ, ലോകത്തിലെല്ലാവരുടെയും മനസ്സിലിരിപ്പ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. നമുക്കിപ്പോൾ കഷ്ടപ്പാട് വരികയാണ്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മെ ആരാണ് സഹായിക്കുക, ആരാണ് നമ്മോട് നന്നായിട്ട് പെരുമാറുന്നത് അല്ലേ. അപ്പോൾ മനസ്സിലാക്കാവൂ അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട് എന്ന്. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്, നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്. നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർ തിരിഞ്ഞു നോക്കുക പോലുമില്ല, കഷ്ടപ്പാടിൻ്റെ സമയത്ത് തിരിഞ്ഞു നോക്കില്ല. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് നമ്മെ സഹായിക്കാൻ എത്തുക. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കവി പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ ജോ തോടെ ദിൻ കെ ലിയെ മുസീബത്ത് ആ ജായെ തോ വോ അച്ഛി ബാത് ഹെ. हमारे हित चाहने वाला कौन है, हमारे अहित चाहने वाला कौन है ഈ ജഗത്ത് മേ വോ
दुनिया में कौन है वो हमें पता चलता है, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. विपत्ति में ही सबके विषय में जाना जा सकता है कि संसार में कौन हमारा हितैषी है और कौन केवल दिखावा ही करता है. അല്ലെ, വിപത്തിമേ ഈ ആപത്ത് സമയത്ത് എല്ലാവരുടെ കാര്യത്തിലും നമുക്കൊരു തീരുമാനം മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും, കാര്യങ്ങൾ മനസ്സിലാവും. ഈ ലോകത്തിൽ ആരാണ് നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നത്, ആരാണ് കേവൽ ദിക്കാവാകർത്തായ, വെറും ഇങ്ങനെ പുറമെ മാത്രം സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നത് ആരാണ്, അതൊക്കെ നമുക്ക് ഈ ആപത്ത് സമയത്ത് മനസ്സിലാകും. അടുത്ത रहीमन जिहवा बावरी कही गई सरग पताल आपू तो कहीं भीतर रही ज्योति खात कपाल. റഹിമൻ, റഹീംജി കഹത്തെ ഹെ, റഹീംജി പറയുന്നു, ജിഹ്വ, ജിഹ്വ എന്ന് പറഞ്ഞാൽ ജീബ്, നമ്മുടെ നാവ്, ബാവരി, ബാവരി എന്ന് പറഞ്ഞാൽ പാഗൽപ്പൻ, അതായത് ഭ്രാന്താണ്, നമ്മുടെ നാവിന് ഭ്രാന്താണ് എന്നാണ് റഹീംജി പറയുന്നത്. കഹി ഗയി സരഗ് പതാൾ, സരഗ് പതാൾ സ്വർഗ് സെ ലേക്കർ പതാൾ തക് കെ സാരി ബാത്തേ കഹ ജാത്തി ഹെ, കഹി ഗയി കഹ ജാത്തി ഹെ സാരി ബാത്തെ, സ്വർഗം മുതൽ പാതാളം വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു പോകുന്നു. അതായത് സാരി ദുനിയാക്കി ബാത്തേ കഹത്തി ഹെ, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു പോകുന്നു. ആപ്പു തോ കഹി ഭീത്തർ രഹി, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വയം എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് അങ്ങ് പോകുന്നു. ഭീത്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട്, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് നാവ് ഉള്ളിലേക്ക് അങ്ങ് പോകുന്നു. ജ്യോതി ഖാത്ത് കപ്പാൽ, ജ്യോതി ഖാത്ത് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കൊണ്ട് അടി കിട്ടുന്നത് ആർക്കാണ്, കപ്പാൽ. കപ്പാൽ എന്ന് പറഞ്ഞാൽ സ്കൾ, ഇപ്പം നമ്മുടെ തലയ്ക്കാണ് അടി കിട്ടുന്നത്. അതായത് ജ്യോതി ഖാത്ത് എന്ന് പറഞ്ഞാൽ അപമാനിക്കപ്പെടുക, അപമാനിക്കപ്പെടുന്നത് ആരാണ്, നമ്മളാണ്, നമ്മുടെ തലയ്ക്കാണ് അടി കിട്ടുന്നത്. അപ്പോൾ നാവ് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നു, നാവിന് ഭ്രാന്താണ്, അവ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നു. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സ്വർഗ് സെ പതാൾ തക്ക് സാരി ബാത്തേ കഹ ജാത്തി ഹെ, എന്നിട്ട് ഉള്ളിലേക്ക് അങ്ങ് പോകുന്നു. അപ്പോൾ അടി കിട്ടുന്നത് ആർക്കാണ്, തലയ്ക്കാണ് അടി കിട്ടുന്നത്. അപ്പോൾ കവി എന്താണ് പറയുന്നത്, നമ്മൾ നാവിനെ അടക്കി നിർത്തണം, ശരിയായ കാര്യങ്ങൾ മാത്രം, സത്യമായ കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അങ്ങനെ പറയാതിരിക്കുക എന്നാണ് കവി പറയുന്നത്. ഹമേ അപ്നി ജിഹ്വാക്കോ കാബൂമേ രഖ്ന ചാഹിയെ, നമുക്ക് നമ്മുടെ നാവിനെ, ജിഹ്വ എന്ന് പറഞ്ഞാൽ ജീവ്, നമുക്ക് നമ്മുടെ നാവിനെ അടക്കി നിർത്തണം, നിയന്ത്രിച്ച് വയ്ക്കണം, അതായത് ശരിയായ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കണം. കൈ ബാർത്തോ ജിഹ്വാക്കെ ബോൾ ബിഗഡേ കാം ബനാ ദേത്തെ ഹെ, പല പ്രാവശ്യവും ഈ നാവ് പറയുന്നത് കാരണം കാര്യങ്ങൾ മോശമായി പോകുന്നു, നമ്മുടെ ഓരോരോ ജോലികൾ, കാര്യങ്ങൾ തെറ്റായി പോകുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് തെറ്റായി പോകുന്നു. और कई बार बने बनाए काम भी बिगड़ जाता है, പല പ്രാവശ്യവും ഓരോരോ ബനെ ബനായ കാമ്പി, ഉണ്ടായ കാര്യങ്ങളും ശരിയായി നടന്ന കാര്യങ്ങളും തന്നെ വീണ്ടും മോശമായി പോകും, നാവ് കാരണം, വർത്തമാനം കാരണം അത് മോശമായി പോകും എന്നാണ് കവി പറയുന്നത്. കഹി റഹീം സമ്പത്തി സഖേ ബനത് ബഹുത് ബഹുരീത് വിപത്തി കസൗട്ടി ജെ കസേ തേഹി സാഞ്ചെ മീത്ത്. കഹി റഹീം, റഹീംജി കഹത്തെ ഹെ സമ്പത്തി, അതായത് സമ്പത്ത്, പണം, സഖേ എന്ന് പറഞ്ഞാൽ അപ്നെ, നമ്മുടെ അടുത്ത് ഒരുപാട് സമ്പത്ത് ഉണ്ടാകുമ്പോൾ ബനത്ത് ബഹുത്ത്, ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉണ്ടാകുന്നു, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ബനത്ത് എന്ന് പറഞ്ഞാൽ ബൻതേഹ ഉണ്ടാകുന്നു. ബഹുരീത്ത്, പല രീതിയിൽ, രീത്ത് എന്ന് പറഞ്ഞാൽ രീതി, തരീക്ക, പല രീതിയിൽ. ബഹുത്ത്, ബഹു എന്ന് പറഞ്ഞാൽ ബഹുത്ത്, ബഹുത്ത് രീതി, പല രീതിയിൽ, പല തരീക്കയിൽ ഒരുപാട് നമുക്ക് ബന്ധങ്ങളുണ്ടാവുന്നു, ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉണ്ടാവുന്നു, ബന്ധങ്ങളുണ്ടാവുന്നു. അപ്പോൾ സമ്പത്തി സഖ, നമുക്ക് സ്വന്തമായിട്ട് സമ്പത്തുണ്ടാകുമ്പോൾ, പണം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാകുന്നു. വിപത്തി കസൗട്ടി ജെ കസേ തേഹി സാജെ മീത്ത്, വിപത്തി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, മുസീബത്ത്. കസൗട്ടി എന്ന് പറഞ്ഞാൽ പരക്കണ, അതായത് നല്ലതും ചീത്തയും തിരിച്ചറിയുക, നല്ല കാര്യങ്ങൾ ഏതാണ്, ചീത്ത കാര്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക. അച്ഛേ ബുരേക്ക് പെഹചാൻ കരണം. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുന്നതിനാണ് കസോട്ടി എന്ന് പറയുന്നത്, പരക്കന. ജെ കസേ, കസേ എന്ന് പറഞ്ഞാൽ മുറുക്കുക എന്നർത്ഥമുണ്ട്, അതേപോലെ പരീക്ഷിക്കുക എന്ന അർത്ഥമുണ്ട്. കസ്ന എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക, മുറുക്കുക എന്ന അർത്ഥമുണ്ട്, പരീക്ഷിക്കുക എന്ന അർത്ഥമുണ്ട്. തേഹി സാഞ്ചെ മീത്ത്, സാഞ്ചെ എന്ന് പറഞ്ഞാൽ സജ്ജെ, ശരിയായ, സച്ച. മീത്ത് എന്ന് പറഞ്ഞാൽ മിത്ര,
അപ്പോൾ ഇവിടെ എന്താണ് കവി അർത്ഥമാക്കുന്നത്? ജബ് ഹമാരെ പാസ് ബഹുത് പൈസ ഹോത്തെ ഹൈ, ബഹുത് സമ്പത്തി ഹോത്തെ ഹൈ, നമ്മുടെ അടുത്ത് ഒരുപാട് സമ്പത്ത് ഉണ്ടാകുമ്പോൾ, ഒരുപാട് പൈസ ഉണ്ടാകുമ്പോൾ, ബഹുത് റിഷ്തെ ബൻ ജാത്തെ ഹൈ, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുന്നു, നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു, കുടുംബങ്ങൾ ഉണ്ടാകുന്നു. മുസീബത്ത് മേ ജോ സാത്ത് ദേത്താ ഹൈ വഹി സച്ചാ മിത്ര ഹൈ, നമ്മുടെ കഷ്ടപ്പാടിൽ ആരാണോ നമ്മുടെ കൂടെ നിൽക്കുന്നത് അവരാണ് ശരിയായ മിത്രം, ശരിയായ സുഹൃത്ത്. നമ്മുടെ കഷ്ടപ്പാടിൽ ആരാണോ കൂടെ നിൽക്കുന്നത് അവരാണ് ശരിയായ മിത്രം. വിപത്തി കസോട്ടി ജയ കസ്യം, നമ്മുടെ വിപത്തിൽ, ആപത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്നത്. കസ്ന എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക, മുറുക്കുക. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മെ മുറുകെ പിടിക്കുന്ന, നമ്മുടെ കസോട്ടി എന്ന് പറഞ്ഞാൽ അച്ഛയെ പുരേക്ക് പെഹചാൻ കരണം, നമുക്ക് തിരിച്ചറിയാൻ കഴിയും, നമ്മുടെ കഷ്ടപ്പാടിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മളെ മുറുകെ പിടിക്കുന്ന, നമ്മുടെ കൂട്ടി നിർത്തുന്നത് ആരാണോ, തേഹി സാജെ മീത്ത്, തേഹി എന്ന് പറഞ്ഞാൽ വഹി, അത് തന്നെയാണ്, അവർ തന്നെയാണ്, അത് തന്നെയാണ് സാജെ മീത്ത്, സച്ച മിത്ര, ശരിയായ മിത്രം, ശരിയായ സുഹൃത്ത്, നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. संपत्ति होने पर तो बहुत से लोग हमारे मित्र बन जाते हैं. सच्चा मित्र वही होता है जो कठिन समय में हमारे काम आता है. മനസ്സിലായില്ലേ? നമ്മുടെ അടുത്ത് സമ്പത്തുണ്ടാകുമ്പോൾ, പണം ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായി മാറും, നമ്മളോട് ചേർന്ന് നിൽക്കും. അപ്പം ശരിയായ മിത്ര ആരാണ്, ശരിയായ സുഹൃത്ത് ആരാണ്? വഹി ഹോത്താ ഹൈ ജോ കഠിൻ സമയമേ ഹമാരേ കാം ആത്താ ഹൈ, നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് ശരിയായ സുഹൃത്തുക്കൾ. അബ്ദുറഹീം ഖാൻഖാന അദ്ദേഹത്തിൻ്റെ ദോഹയിൽ നിന്നുള്ള കുറച്ച് ലൈൻസാണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഓരോരോ എന്താ പറയുക, ഈ 2 ലൈൻസിലും വേറെ വേറെ അർത്ഥങ്ങളാണുള്ളത്. കവിസെ പരിചയം, കവിയെ നമുക്ക് പരിചയപ്പെടാം. റഹീം ഭക്തികാൽക്കെ പ്രസിദ്ധ കവിതെ. അപ്പോൾ അബ്ദുൾ റഹീം ഖാൻഖാന ഭക്തികാലത്ത് ഒരു പ്രസിദ്ധനായ കവിയായിരുന്നു. ഭക്തികാൽ അഥവാ പൂർവ്വ മധ്യകാൽ. ऐसा माना जाता है कि उनका जन्म 16वीं ശതാബ്ദി में हुआ था. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, അദ്ദേഹം ജനിച്ചത് 16ാം നൂറ്റാണ്ടിലായിരുന്നു. उन्होंने नीति भक्ति और प्रेम संबंधी रचनाएं की. അദ്ദേഹം നീതി, ഭക്തി, പിന്നെ പ്രേമ സംബന്ധിച്ച പ്രണയം സംബന്ധിച്ച എല്ലാ രചനകളും രചിച്ചിട്ടുണ്ട്. ഉन्होंने അവധി और ब्रज ഭാഷ दोनों में കവിതാएं लिखी है. അദ്ദേഹം അവധി ഭാഷയിലും ബ്രജ് ഭാഷയിലുമൊക്കെ കവിത എഴുതിയിട്ടുണ്ട്. റഹീം രാമായൺ മഹാഭാരത് ആദി പ്രസിദ്ധ ഗ്രന്ഥോं के अच्छे जानकार थे. റഹീം ജി രാമായണം മഹാഭാരതമൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരുന്നു. അച്ഛേ ജാൻകാർ, അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു. ഈ പ്രസിദ്ധ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു. ഉൻകി മൃത്യു 17वीं ശതാബ്ദി മേ ഹുയി തി. അദ്ദേഹം മരിച്ചത് 17ാം നൂറ്റാണ്ടിലായിരുന്നു. ആജ് ബി ആം ജനജീവൻ മേ ഉൻകെ ദോഹെ ബഹുത് ലോകപ്രിയ ഹെ. ഇന്നും സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ പ്രസിദ്ധമാണ്. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കവിതകൾ ദോഹ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.